നമ്മൾ ഈ നടക്കുന്നത് നല്ലതാണ്. എക്സസൈസ്, ഒരു ബ്രിസ്ക് വാക്ക്, പിന്നെ ജോഗിങ്. അപ്പോൾ ഈ നടപ്പുകാരെ രാവിലെ കാണാൻ പറ്റും, വൈകിട്ട് കാണാൻ പറ്റും, പല സ്ഥലത്ത് കാണാൻ പറ്റും. പക്ഷെ ഈ നടപ്പ് എല്ലാവർക്കും തോന്നിയ പോലെയാണ് നടക്കുന്നത്. വലിച്ചു കുത്തി നടക്കും, ചാടിച്ചാടി നടക്കും, വീശിക്കൊണ്ട് നടക്കും, പിന്നെ എന്തൊക്കെയോ ഒരു വല്ലാത്ത രീതിയിലൊക്കെ നടക്കും. ഓടുന്നത് കണ്ടാൽ ഒരുതരം ഓട്ടം. ഇതെന്താ ഇങ്ങനെയൊന്നും ആലോചിച്ച് ഒരു പിടിയും കിട്ടത്തില്ല. ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെയല്ല നടക്കേണ്ടത്. ഇത് നടപ്പിനൊരു രീതിയൊക്കെ ഉണ്ട്, അത് പഠിക്കണം കേട്ടോ എല്ലാവരും. അതുപോലെ ജോഗ് ചെയ്യുമ്പോഴും അത് മര്യാദയ്ക്ക് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇത് യൂസ്ലെസ് ആവത്തില്ല എങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ജോയിൻസോ കാലിനോ ലിഗമെൻസിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റും. കാരണം അങ്ങനെ അല്ല, അതിനൊരു നല്ലൊരു രീതിയുണ്ട്. അത് ബോഡിയുടെ പോസ്റ്റർ അടക്കം നോക്കി വേണം ചെയ്യാൻ. പിന്നെ ഈ കാലെടുത്ത് നീട്ടി വലിച്ചു വെക്കുന്ന നടപ്പ്, ചിലരൊക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എങ്ങാണ്ട് നിലത്തൊക്കെ കാല് വെച്ചങ്ങ് ഇടിക്കുക, ടാറൊക്കെ ഇളകി വരും. അത് പറഞ്ഞ പോലത്തെ ഇടിപ്പൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കുന്നത്. അത് എന്തോരം വെറുതെ ആവശ്യമില്ലാതെ ഈ ചവിട്ടി വലമ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മുട്ടിനൊക്കെ ക്ഷത വെക്കും അങ്ങനെ ചവിട്ടി എന്നും അങ്ങ് നടന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ എന്താ പറയണ്ടേ, സ്പീഡ് എന്നൊക്കെ അവരവരുടെ ഒരു എന്താ പറയണ്ടേ, അവരവരുടെ നല്ല എല്ലാവർക്കും ഒരു മിനിമം ഒരു മീഡിയം സ്പീഡിൽ നടക്കുന്നതാണ് നല്ലത്. ഒത്തിരി കോമഡി ഞാൻ കണ്ടു. നടക്കുന്ന ഒന്ന് പഠിക്ക്, യൂട്യൂബിലൊക്കെ നോക്കി ബ്രിസ്ക് വാക്കിൻ്റെ ഒരു രീതി ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി. എനിക്കറിയാം, ഞാൻ അങ്ങനെ നടക്കാറുണ്ട്, അങ്ങനെ നടക്കാറുള്ളൂ. അല്ലാതെ സ്റ്റൈല്, ഇളക്കം, ഫാഷൻ നടപ്പ് അതൊന്നും നമുക്ക് വേണ്ട. നമ്മളേറ്റവും കംഫർട്ടബിളായിട്ടും ഈസി ആയിട്ടും വേണം ഇതൊക്കെ ചെയ്യാൻ. അത് എങ്ങോട്ട് നടന്നാലും കേട്ടോ. അല്ലേ പിന്നെ സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടി വല്ല വീഡിയോയ്ക്കോ വല്ല റാമ്പേലൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തന്നാൽ അതുപോലൊക്കെ നമ്മൾ ശ്രമിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ആരും ആവശ്യമില്ലാതെ ഈ സിനിമയിലൊക്കെ കാണുന്ന സൽമാൻ ഖാനൊക്കെ നടക്കുന്ന പോലെ ജീവിതത്തിൽ നടക്കുക, അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മണ്ടത്തരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ചിലപ്പോൾ ഒരു ദോഷം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കണ്ടാൽ തന്നെ ഇവനെന്ത് ഇങ്ങനെ നടക്കുന്നതെന്ന് തോന്നത്തില്ലേ. അതുപോലെ തന്നെ ഓടുന്നത്, ഇതിനകത്ത് വേറെ രസം എന്ന് വെച്ചാൽ ഒരു 80% ആൾക്കാർ ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ അങ്ങ് ശരിയാവും. ട്രെഡ്മില്ലിൽ നടക്കുന്നത് ഓടുന്നതും നല്ല വൃത്തിക്കാണ്. പക്ഷേ പുറത്ത് റോഡിൽ നടക്കുന്നവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 60% ആൾക്കാരെന്ന് പറഞ്ഞ പോലെ റോങ് ആണ് ഓടുന്നത് നടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള എക്സസൈസസ് ഒത്തിരി ഉണ്ട്. അവർക്ക് അറിയത്തില്ല പല സാധനങ്ങളും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. ഈ പബ്ലിക് ജിമ്മൊക്കെ ഉണ്ട്, ഞാൻ കണ്ടത് കല്ലൂർ സ്റ്റേഡിയത്തില്ല. അവിടെ ഓരോരുത്തർ കിടന്ന് കാണിക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മോ ഇയാൾക്ക് എന്തിനു പറ്റുമോ നമ്മൾ മേടിച്ചു. പിന്നെ ചിലരൊക്കെ അങ്ങ് വലിച്ച് വിട്ടൊന്ന് ചവിട്ടി മതിച്ചൊക്കെ പോകുന്നതാണ് നടന്ന്. ഇനി ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് ഇവർക്ക് ഇഷ്ടപ്പെടുത്തുമില്ല. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും നടപ്പ് അറിയത്തില്ലെങ്കിൽ നിങ്ങളതൊന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. ജോഗ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം, എത്രത്തോളം ഫുഡ് സ്റ്റെപ്സ് എങ്ങനെ വെക്കണം, ഒത്തിരി ലോങ് സ്ട്രെച്ചൊക്കെ വേണോ, എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറെ രസമുള്ളതെന്ന് വെച്ചാൽ ഒരു കൂട്ടർ ഇടത്തോട്ട് റൗണ്ട് കറങ്ങും, അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ക്ലോക്ക് വൈസ്. വേറെ എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കും. അപ്പം ഞാൻ ആലോചിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഞാനൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് നടന്നത്. അതിനി ഈ വലതുപക്ഷം ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ചിലരുടെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ വലത്തോട്ട് ഇങ്ങനെ കറങ്ങിയ ഒരു സൂം കിട്ടത്തില്ലായിരിക്കും. കുറച്ച് പേര് അങ്ങോട്ട് ക്ലോക്ക് വൈസ് നടക്കുന്ന കാണാം, വേറെ ചിലർ ആൻറ്റി ക്ലോക്ക് വൈസ് നടക്കുന്നതാണ്. അത് റൗണ്ട് ആണെങ്കിലുള്ള കുഴപ്പമാണ്. നേരെ ആണെങ്കിൽ കുറേ പേര് കുറേ ദൂരം പോയിട്ട് എന്നാലും ഒരു കറങ്ങി വരാനൊരു സംഭവം ഉണ്ട് എല്ലാവർക്കും. അതായത് ഒരേ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അരമണിക്കൂർ നടക്കത്തില്ല കൂടുതൽ പേര്, ശ്രദ്ധിച്ചറിയാം. അതുണ്ടെങ്കിൽ തന്നെ കുറച്ചെങ്കിലും ലോങ് ഡിസ്റ്റൻസിനാണെങ്കിൽ അവരെ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും നമുക്കൊരു 100 മീറ്റർ മതി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്. ഇങ്ങനെ ഒരു 10 പ്രാവശ്യമൊക്കെ നടന്നാണ് ഈ സ്റ്റെപ്സ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അല്ലാതെ എവിടെ വരെ പോയെന്നുള്ളതൊരു വിഷയമല്ല. ഡെസ്റ്റിനേഷൻ ഇതിനകത്ത് ഡസൻ മാറ്റേഴ്സ്. ഇതിനകത്ത് നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന ആ സമയത്തുള്ള ബ്ലഡിൻ്റെ പമ്പിങ്ങും പിന്നെ മെറ്റബോളിസവും അതുപോലെ തന്നെ ഈ ഫാറ്റ് ബേണിങ്ങും കാലറീസ് കത്തിച്ച് ചാമ്പലാക്കലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. വിയർക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല.
വിയർത്തോളും, അത്യാവശ്യം വിയർക്കണമെന്നൊക്കെ ഉള്ളൂ. അല്ലാതെ വിയർത്തൊലിക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങ് ക്ഷീണിക്കുന്നതാണ് എന്ന് വിചാരിക്കരുത്. ക്ഷീണിക്കുകയല്ല ചെയ്യുന്നത്, നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിഫ്രഷ് ആവുക ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ടൊരു 6 മണിക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു 9 മണി വരെയൊക്കെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും. അത് കഴിയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാം. ലേറ്റായിട്ട് നടന്നാൽ ചിലപ്പോൾ നേരത്തെ ഉറങ്ങാൻ പറ്റുമായിരിക്കും, ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങിക്കോളും. രാവിലെ എന്നിട്ട് ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞാൽ അന്നത്തെ ഡേ തന്നെ ഫ്രഷായിട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അത് എന്തെങ്കിലും ഗെയിംസ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും നാളും അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല, നടപ്പൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ജിമ്മിൽ പോയി, അതിപ്പോൾ എന്നോട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു നടക്കണം, എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യണം, മസിൽ സ്ട്രെങ്ത് ഒക്കെ വേണം. ഇങ്ങനെ ഇരുന്നും നിന്നും നടക്കത്തുപോലുമില്ല, കിടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ അതിൻ്റേതായ വ്യത്യാസം, നല്ല രസമുണ്ട്, നല്ല വ്യത്യാസമാണ്. അതായത് നമുക്ക് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡെയിലി ലൈഫിൽ ആക്ടിവിറ്റീസിനൊക്കെ കുറച്ചുകൂടി ഈസിനെസ് കിട്ടും. അതായത് ഇപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോയി തിരിച്ചു വന്നാലും ക്ഷീണമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പണി ഏറ്റെടുത്താലും അതിനകത്തും വലിയ ക്ഷീണിച്ച് ആവശ്യമൊന്നും ആകത്തില്ല. അത് നമ്മുടെ ബോഡിയും മൈൻഡും ഒരുപോലെ വർക്ക് ചെയ്യും. അല്ലാതെ ഒരു നമുക്ക് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല, ശരീരം എടുത്ത് മനസ്സെത്തുന്നില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയൊക്കെ കുറേ മാറിക്കിട്ടും. പിന്നെ ഈ ഡോപ്പാമിൻ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സൊക്കെ നമ്മളറിയാതെ നമുക്കുണ്ടെങ്കിൽ പിന്നീട് അത് കാണാതാവും. പതുക്കെ ഈ ഹാപ്പി ഹോർമോൺസ് തന്നെ പല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബിഹേവിയർ, അങ്ങനെ ഡ്രൈവിങ്ങിൽ പോലും ആ ഒരു കാംനെസ്സും പേഷ്യൻസും ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് അതിനകത്തൊന്നും ഇന്നേ വരെ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയുവാണ്, കുറച്ചുകൂടി നമുക്ക് ഒട്ടും അഗ്രഷൻ ഇല്ലാത്ത പോലെയൊക്കെ അങ്ങ് മാറും. കുറച്ചുകൂടി സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന സാധനം കിട്ടും. ബോഡിയെ നമ്മൾ കുറച്ചുകൂടെ അടുത്തറിഞ്ഞു, അല്ലെങ്കിൽ അതിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ എൻ്റെ ചുമ്മാ ഞാൻ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യും, ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ കണ്ടത്. എനിക്കങ്ങനെ മസിൽ പോലത്തെ ശരീരമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഈ 6 പാക്കൊക്കെ വെച്ചിട്ട് എനിക്കൊരു 6 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കിനും അങ്ങനത്തെ ഒരു ബോഡിയൊക്കെ ആകും. അത് തന്നെ ആകുന്നതാണ്. ഞാനിങ്ങനെ ചെയ്തു വന്നപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മാറുന്നുണ്ട്. ഇതൊന്നും ഉദ്ദേശിച്ചതല്ല. ഇങ്ങനെ ബോഡി ഇങ്ങനെ ആക്കും, ഇങ്ങനെ നിൽക്കും, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ആർക്കും ഇല്ല, എന്നാൽ നല്ല ഗുണമുണ്ട്. എന്താണ് ആളുകൾ ചെയ്യാത്തതെന്ന് ഞാൻ ഇത്രയും നാളും ചെയ്യാത്ത പ്രശ്നം എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോൾ കൊള്ളാം. നമ്മൾ ഇത്രയും സമയമൊക്കെ മാറ്റി വെക്കാനും ഇഷ്ടം പോലെ സമയമുണ്ടെന്നേ. ഞാൻ പലരോടും പറയാൻ തുടങ്ങി. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഫുൾ ബോഡി ചെക്കപ്പും ഇതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈലും അത്യാവശ്യം ഈ വിറ്റമിൻസും നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശാരീരികവും മാനസികമായ ഒരു വെൽബീയിങ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാതെ തന്നെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനും തോന്നുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, എനർജി കൂടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് മാറുന്നുണ്ട്, ഇടപെടലൊക്കെ മാറും. വളരെ നല്ലൊരു കാര്യമായിപ്പോയി. ഇനി അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കാനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അറിയാനൊക്കെ പറ്റും. പിന്നെ മോട്ടിവേഷനൊക്കെയാണ് ആവശ്യമെങ്കിൽ ചെകുത്താൻ 2024 എന്ന പേജിൽ മെസ്സേജ് ഇട്ടാൽ വേണം, ഞാൻ കുറച്ച് മോട്ടിവേഷനൊക്കെ തരാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞതാണ്. പിന്നെ എല്ലാ ദിവസവും ഒന്നും ഇറങ്ങി നടക്കാനൊന്നും പറ്റാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 ദിവസം നടന്നു, 10 ദിവസം നടന്നു, ഒരു 3 മാസമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശീലമൊക്കെ ആയിക്കോളും. പലതരം ശീലങ്ങളും നമുക്കില്ലേ, എന്തെല്ലാം ശീലങ്ങളാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു ശീലം കൂടെ ആയെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഇതുമല്ല, സിഗരറ്റ് വലിക്കലോ കഞ്ചാവ് വലിക്കലോ കള്ളു കുടിക്കലോ ആണെങ്കിൽ അതൊന്നും നിർത്താൻ പറ്റത്തില്ലെന്ന് പറയും. എന്നാൽ നമ്മൾ നേരത്തെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ശീലം ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു അങ്ങനത്തെ തന്നെ ഹാബിറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി തന്നെ ആവശ്യപ്പെടും, അറിയാതെ സംഭവിച്ചു പൊക്കോളും. ഒന്ന് ശീലിക്കണമെന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനങ്ങനെ ശീലിച്ച് നോക്കിയപ്പോൾ നല്ല സുഖമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഈ മാനസികം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഈ വീഡിയോ എടുപ്പിലൊന്നും അതൊന്നും അറിയത്തൊന്നുമില്ല. കാരണം അതൊരു 20 മിനിറ്റത്തെ പരിപാടി. ഇത് കഴിഞ്ഞ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് പല കാര്യങ്ങളും എളുപ്പമായി. ഫിസിക്കലായിട്ടുള്ള ആ ഒരു ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായി. പിന്നെ
ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സ് നമുക്കൊരു 3 മണിക്കൂർ, 3 അല്ല, ഒരു 4 മണിക്കൂറോളം ഈ ജിമ്മിൽ പോയി ആക്ടിവിറ്റീസ് കഴിയുമ്പോൾ തൊട്ട് ആ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട്, ഇതെല്ലാം കെമിക്കലാണല്ലോ, അപ്പോൾ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുറച്ച് നേരമൊക്കെ നിൽക്കും. പിന്നെ ഉറക്കം ഇതുവരെ ശരിയായിട്ടില്ല. ഉറക്കം ശരിയാവുമായിരിക്കും, എന്നാൽ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് വളരെ മോശമാണെന്ന് ഞാൻ ഇത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിടി കിട്ടിയോ? നമ്മളീ പറഞ്ഞ പോലെ പല സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അല്ലാതെ ഞാനിങ്ങനെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലോ ഹെൽത്തി ഹാബിറ്റ്സോ ഒന്നും എനിക്കില്ല. പണ്ടൊക്കെ കോളേജിലും അത് കഴിഞ്ഞ് കുറേ നാളൊക്കെ ജിമ്മിനും ഈ ഗെയിംസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാകും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അങ്ങ് നിന്നുപോയി, ജോലി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയപ്പോൾ. പ്രത്യേകിച്ച് ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു പോകും. പക്ഷെ അതിനെ നമുക്ക് അതും ഈസിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഇങ്ങനത്തെ ഒരു സംഭവം അറിയാമായിരുന്നെങ്കിൽ, ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്തും കൂടെ വൈകുന്നേരം ഇത്ര മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ജോലി പോലും എളുപ്പമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഹോർമോൺസ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കെമിക്കൽ ബാലൻസും ഒക്കെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഡെയിലി ആക്ടിവിറ്റീസിനെയും നമ്മുടെ പല കാര്യങ്ങളെയും ബാധിക്കുമല്ലോ. നമ്മുടെ ഇടപെടൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും. എനിക്ക് നല്ല രസം തോന്നിയെന്നാ, അതെല്ലാം ഞാൻ ഇങ്ങനെയൊന്നും വന്ന് പറയുന്നതല്ലോ. എപ്പോഴാണ് ഞാൻ ഇത്തിരി വീഡിയോ ഇട്ടേക്കുന്നത്? ഇത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മളിവിടുത്തെ ഫുഡൊക്കെ വളരെ മോശമാണ്. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ മധുരവും എണ്ണയാണ് മെയിൻ സാധനങ്ങൾ ഇവിടെ കടകളിൽ വിൽക്കുന്നത്. എണ്ണയും മധുരം ഇല്ലാത്തൊരു പരിപാടിയില്ല. അതും ഒന്ന് കുറച്ച് എങ്ങനെയും കഴിക്കാൻ പറ്റിയ രക്ഷപ്പെട്ട്. അല്ലേ ഒരുപാട് മരുന്ന് കഴിക്കേണ്ടി വരും. ഞാൻ എൻ്റെ മരുന്നൊക്കെ പിന്നെ കുറച്ചു. ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഗുളിക കഴിച്ചാൽ മതി ഇപ്പോൾ. അല്ലെങ്കിൽ 4 ഉണ്ടാകും. അതിന് മുമ്പ് 6 അങ്ങനെ ബെറ്റർ ആവും. പറ്റുന്ന പോലെയൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും കാണിക്കുന്ന അഭ്യാസം ഒന്നും കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ ചെയ്തോളൂ. എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും തോന്നിയില്ല. പിന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളാകുന്നുണ്ട്.